ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസമില്ലാതെ മാറ്റം സാധ്യമല്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഗോരഖ്പൂരിലെ ആദ്യ സൈനിക സ്കൂൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി GR അനിൽ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക്. രാജ്യം ഇതുവരെ നേടിയത് 27 മെഡലുകൾ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസമില്ലാതെ മാറ്റം സാധ്യമല്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ ആദ്യ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹിക തിന്മകളെ നേരിടാൻ സാധിക്കൂ. പരാജയഭീതി കൂടാതെ മുന്നോട്ടു പോയാൽ മാത്രമേ വിജയം സംഭവിക്കൂ എന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. मैं आपसे पहली बात ये कहूंगा, डर का डर अपने मन से निकाल दो. डर का डर हमेशा इमेजिनरी होता है, फैंसीफुल होता है, इसका कोई आधार नहीं होता है. आप डरोगे, आपकी प्रतिभा कुंठित होगी. दूसरा, असफलता से तो बिल्कुल ही मत डरिए. असफलता सफलता का शुरुआत केंद्र है. എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ്. ദേശീയതയോട് വിട്ടുവീഴ്ച ചെയ്താൽ അത് രാഷ്ട്രത്തോടുള്ള വഞ്ചനയാകുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഗോരഖ്നാഥ് ക്ഷേത്രവും ഉപരാഷ്ട്രപതി ഇന്ന് സന്ദർശിച്ചു. ജഗദ്ഗുരു റാം ഭദ്രാചാര്യ ദിവ്യാംഗ് സർവകലാശാല സംഘടിപ്പിച്ച ദേശീയ സെമിനാറിലും ശ്രീ ജഗ്ദീപ് ധൻഖർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിൽ ആദ്യമായി ഭരണഘടനാനുസൃതമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമാണെന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ സർക്കാർ 70% വരെ കുറച്ചപ്പോൾ ഈ പ്രദേശത്തെ വീണ്ടും തീവ്രവാദത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് പാർട്ടികളുടെ ശ്രമമെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിനായി 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുവിലെത്തിയത്. ഈ മാസം 18-നാണ് ജമ്മുവിലെ ആദ്യഘട്ട നിയമസഭാ വോട്ടെടുപ്പ്. ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ പ്രഥമ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ നാളെ സൗദി അറേബ്യയിലേക്ക് പോകും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ റിയാദിൽ GCC അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയും 8.9 ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ കേന്ദ്രവുമാണ് GCC. വിവിധ മേഖലകളിൽ ഇന്ത്യയും GCCയും തമ്മിലുള്ള സഹകരണം ആഴത്തിലാക്കുന്നതിനുള്ള അവസരമായിരിക്കും വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഉത്തർപ്രദേശിലെ ലഖ്നൌ സരോജിനി നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ട്രാൻസ്പോർട്ട് നഗറിൽ 3 നില കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. 10 പേരെ രക്ഷപ്പെടുത്തി. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് ട്രെയിനി ഓഫീസർ പൂജ ഖേദ്കറെ കേന്ദ്ര സർക്കാർ പുറത്താക്കി. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനായി വ്യാജരേഖ സമർപ്പിച്ചതിലാണ് നടപടി. 1954-ലെ IAS പ്രൊബേഷൻ ചട്ടങ്ങൾ പ്രകാരമാണ് നടപടി. പൂജ ഖേദ്കറുടെ IAS ജൂലൈയിൽ UPSC റദ്ദാക്കിയിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിൽ നിന്നും പൂജയ്ക്ക് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഗാ ഓയിൽ പാം പ്ലാന്റേഷൻ ഡ്രൈവിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 17 ലക്ഷത്തിലധികം എണ്ണപ്പന തൈകൾ നട്ടുപിടിപ്പിച്ചു. 15 സംസ്ഥാനങ്ങളിലായി 12,000-ലധികം ഹെക്ടറിലാണ് പ്ലാന്റേഷൻ ഡ്രൈവ് നടന്നത്. ജൂലൈ 15-ന് ദേശീയ ഭക്ഷ്യ എണ്ണ പാം മിഷന്റെ കീഴിലാണ് ഈ സംരംഭം ആരംഭിച്ചത്. രാജ്യത്ത് എണ്ണപ്പന കൃഷി വ്യാപിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഓയിൽ പാം സംസ്കരണ കമ്പനികളുടെയും കൂട്ടായ ശ്രമങ്ങളിലൂടെ ഇത്രയും തൈകൾ നടാൻ സാധിച്ചു. കേരളം, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കർണാടക, ഒഡീഷ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മികച്ച പങ്കാളിത്തമാണ് പദ്ധതിക്ക് ലഭിച്ചത്. ക്യാമ്പയിൻ ഈ മാസം 15 വരെ തുടരും. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ.
കോഴിക്കോട് NITയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ വികസനത്തിൽ വലിയ പങ്കുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി GR അനിൽ. മലപ്പുറത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യവസ്തുക്കളും എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം നാളെ പുനരാരംഭിക്കും. മന്ത്രി V. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയെ തുടർന്നാണ് 33 കോർപ്പറേഷൻ വാർഡുകളിൽ പൂർണ്ണമായും 11 വാർഡുകളിൽ ഭാഗികമായും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. വഴുതക്കാട്, തൈക്കാട് വാർഡുകളിലെ കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കുന്നതുവരെ 10 ടാങ്കറുകളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം നടത്തും. ഓണനാളുകളിൽ ഈ മേഖലയിൽ നഗരസഭയിലെ ടാങ്കറുകൾക്ക് പുറമെ വാട്ടർ അതോറിറ്റി 10 ടാങ്കറുകളിൽ കൂടി കുടിവെള്ളം എത്തിക്കും. ഇന്ന് ഗണേശ ചതുർത്ഥി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. 7ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ സംഘടിപ്പിച്ചത് 1,37,00,000 പ്രവർത്തനങ്ങൾ. ഈ മാസം 1-ന് ആരംഭിച്ച മാസാചരണം 30-ാം തീയതി വരെ തുടരും. വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്തിലാണ് ഈ വർഷത്തെ രാഷ്ട്രീയ പോഷൺ മാഹിന് തുടക്കമായത്. വിളർച്ച, വളർച്ചാ നിരീക്ഷണം, കോംപ്ലിമെന്ററി ഫീഡിംഗ്, പോഷൻ ഭി പഠായി ഭി എന്നിവ ഉൾപ്പെടെയുള്ള പ്രമേയങ്ങളാണ് ഇത്തവണത്തെ പോഷൺ മാസ് ആചരണത്തിലുള്ളത്. രാജ്യത്തുടനീളമുള്ള 13.95 ലക്ഷം അങ്കണവാടികളിൽ ഏക് പേഡ് മാം കെ നാം എന്ന പദ്ധതിയിലൂടെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇത്തവണത്തെ രാഷ്ട്രീയ പോഷൺ മാസ് ആചരണത്തിന്റെ ഭാഗമായി ഇതുവരെ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക്. രാജ്യം ഇതുവരെ 27 മെഡലുകൾ നേടി. 6 സ്വർണവും 9 വെള്ളിയും 12 വെങ്കലവുമായാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. ഇന്ത്യയ്ക്ക് കൂടുതൽ മെഡൽ പ്രതീക്ഷ നൽകി വനിതകളുടെ 200 മീറ്റർ T12 ഫൈനലിൽ സിമ്രാനും പുരുഷന്മാരുടെ 400 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് ഗാവിറ്റും പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 ഫൈനലിൽ നവ്ദീപും ഇന്ന് മത്സരത്തിനിറങ്ങും. കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം നാളെയോടെ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാസയുടെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം 3 മാസത്തിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 12:01 പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്തു. നാസയുടെ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോർ, സുനിത വില്യംസ് എന്നിവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ശേഷം പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു. ബഹിരാകാശ യാത്രികരെ അതേ പേടകത്തിൽ തന്നെ തിരികെ എത്തിക്കുന്നത് അപകടകരമായതിനാൽ യാത്രികർ ഇല്ലാതെയാണ് സ്റ്റാർ ലൈനർ മടങ്ങിയെത്തിയത്. ബുച്ച് വിൽമോറും സുനിത വില്യംസും ഫെബ്രുവരി വരെ ബഹിരാകാശ നിലയത്തിൽ തുടരാനാണ് സാധ്യത. ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി പടരുന്നു. ഈ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 9 പേർ മരിച്ചു. ഇതോടെ ബംഗ്ലാദേശിൽ ഈ വർഷം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 93ആയി. രോഗബാധയെ തുടർന്ന് ഈ മാസം മാത്രം 2000-ലധികം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വർഷം ഇതുവരെ ബംഗ്ലാദേശിൽ 15,000-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസമില്ലാതെ മാറ്റം സാധ്യമല്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഗോരഖ്പൂരിലെ ആദ്യ സൈനിക് സ്കൂൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി GR അനിൽ.
പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക്. രാജ്യം ഇതുവരെ നേടിയത് 27 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.